മൂന്നാം ഊഴം ഉറപ്പെന്ന് PBയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർണായകമായ 18 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് LDFന് ലഭിച്ചെന്നും ഭരണവിരുദ്ധ വികാരത്തെ വികസനം കൊണ്ട് മറികടന്നെന്നും പിണറായി വിജയൻ യോഗത്തിൽ വിശദീകരിച്ചു. ഓൺലൈനായി നടന്ന PB യോഗത്തിലാണ് മുഖ്യമന്ത്രി വിജയം ഉറപ്പാക്കുന്ന കണക്ക് അവതരിപ്പിച്ചത്. കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ കടുത്ത മത്സരമാണ് നടന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ വ്യക്തമാക്കി. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എന്താണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ? PBയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതുവിനും വിഷു ആശംസകൾ. ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷ, അതായത് പിണറായി വിജയന് മൂന്നാം ഭരണം ഉറപ്പെന്നുള്ള വിശ്വാസമാണ് ഇന്നലെ ഓൺലൈനിൽ നടന്ന PB യോഗത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള കണക്കുകൾ അദ്ദേഹം PB യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. നമുക്കറിയാം, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ആദ്യത്തെ യോഗമാണ് ഇന്നലെ PB യോഗം. ഓൺലൈനായിട്ട് PB യോഗം ചേർന്നത്. ഈ PB യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ തന്നെ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ വളരെ വ്യക്തതയോടെ കൂടിയാണ്, അല്ലെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തൻ്റെ മൂന്നാം ഊഴം ഉണ്ടാകുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയത്. അതേപോലെ തന്നെ 18 മണ്ഡലങ്ങളിൽ, നിർണായകമായ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് ലഭിച്ചു. 5000 മുതൽ 12,000 വരെയുള്ള മുസ്ലിം വോട്ടുകൾ ലഭിച്ചു എന്നുള്ള കണക്കാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചത്. ഏതായാലും മുസ്ലിം ജനവിഭാഗം ഒറ്റക്കെട്ടായിട്ട് UDFന് വോട്ട് ചെയ്തു എന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു LDFനെതിരെ എന്നുള്ള വാദത്തൊക്കെ തറപറ്റിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ കണക്കുകൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ വിശദമായുള്ള ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി PB യോഗത്തിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 2 ജില്ലകളിൽ കടുത്ത മത്സരം നടന്നു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ വ്യക്തമാക്കി. കോഴിക്കോടും അതേപോലെ കൊല്ലത്തുമാണ് കടുത്ത മത്സരം നടന്നത്. ഈ 2 ജില്ലകളിലും വളരെ ശക്തമായ മത്സരമാണ് UDF LDFന് കാഴ്ചവെച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തവന്നൂരടക്കമുള്ള മലപ്പുറം ജില്ലയിലും മുസ്ലിം വോട്ടുകൾ LDFന് ലഭിച്ചു എന്നും MV ഗോവിന്ദൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം UDFലും അനുകൂലമായി ഇല്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ. ഏതായാലും വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണം ഗുണം ചെയ്തു എന്നും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മുഖ്യമന്ത്രി അവകാശപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, മുഖ്യമന്ത്രിക്ക് പൂർണ്ണരൂപത്തിൽ ആത്മവിശ്വാസമുണ്ട്. ഏതൊക്കെ സർവകളെതിരായാലും എന്തൊക്കെ എതിരായാലും LDF തിരിച്ചു വരും, മൂന്നാം ഊഴം തനിക്ക് തന്നെ എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം യോഗത്തിൽ സംസാരിച്ചത്. വികസനം വോട്ടായി എന്ന വിലയിരുത്തലാണ് ഇടതു മുന്നണി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.